വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്ത ഇതായിരിക്കില്ല പൊന്നു മോനെ അവസ്ഥ. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ തരും. നിന്റെ വീട്ടിൽ വന്ന് നിന്റെ പിള്ളേരുടെ മുന്നേറി ഞാൻ തരും. ഇനി എന്നോട് ബന്ധപ്പെട്ട ആരെങ്കിലും തൊട്ടാ ഈ കൈയുണ്ടല്ലോ അത് ചവിട്ടി ഓടി ചാനും കേൾക്കും. ചിന്നക്കട രാജീവിനെ നീ ഏത് രാജ്യം കിട്ടില്ലേ? സന്തോഷമായല്ലോ. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ചിന്നക്കട രാജീവിനെ നീ അവിടെ വന്ന് തല്ലും. ഉണ്ടായിരുന്നില്ല. പൊടി കുട്ടിയായതുകൊണ്ട് മാത്രം ഞാൻ ക്ഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചിന്നക്കട രാജു ഓടി വാങ്ങിച്ചിട്ടേ പോകുന്നു തോന്നുന്നത്. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നീ ചിന്നക്കട രാജീവിനെ തല്ലായി. കലിപ്പ് തീരുണ്ടോ ദൈവമേ? അവന്റെ മോന്ത കണ്ടില്ലേ? ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കട്ടെ. അവരുടെ കുട്ടി മിണ്ടുന്നില്ല. ഏത് കുട്ടി? ഒരു മിണ്ടുന്നില്ല. ഈ കുട്ടി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പറയേണ്ടത് അവള് പറയുന്നത്. അതെ, മകള് പറയുന്നു, അത്രേ ഉള്ളൂ. അതങ്ങ് നിർത്തുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ചിന്നക്കട രാജീവിന്റെ മുഖത്ത് ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നത് നമുക്ക് ലൈവ് ഇട്ടാലോ? ലൈവ് ഇടുന്നു പറഞ്ഞപ്പോ ചിന്നക്കട രാജുവിന്റെ എലി പോയി എന്നാ തോന്നുന്നത്. രാജുവിനെ അറിയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ലൈവ് ഞാൻ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിക്കണ്ടേ പോരെ എന്നിട്ട് പോരെ അടി കിട്ടും. ഇംഗ്ലീഷ്. ചിന്നക്കട രാജീവിനെ തല്ല ഒരു പെൺകുട്ടി, അതൊരു പീറ പെൺകുട്ടി. കൂടുതൽ കളിച്ചാൽ നിന്നെ പിടിച്ച് കഴുത്തിലൊരു കമ്പ് വെച്ച് കെട്ടി തോട്ടിയാക്കി വല്ല മാങ്ങയും പുളിയും പറിക്ക് എത്തി പിള്ളേർ കൊടുക്കും. എന്റെ ശരിക്കുള്ള സ്വഭാവം നടക്കാനുള്ള ഞാൻ പോകുന്നു. ബൈ ബൈ. പോട്ടെ അമ്പിമനെ പോട്ടറ. ഒന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ?